UDFന്റെ ഒരു പുതിയ മുഖ്യമന്ത്രിയെ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നീ ഞമ്മളായിട്ട് എന്തിനു കുറയ്ക്കണം? നിലവിൽ തന്നെ 3 മുഖ്യമന്ത്രിമാർ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ മുന്നണിയിലെ പ്രബലരായിട്ടുള്ള ഞമ്മക്ക് മാറിയിരിക്കാൻ പറ്റുമോ? ഞമ്മക്കും ഉണ്ടെന്ന ആഗ്രഹം. UDF അധികാരത്തിൽ വന്നാൽ പ്രധാന പദവി മുസ്ലിം ലീഗിനായിരിക്കുമെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കോൺഗ്രസിന് താൽപര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പദം PK കുഞ്ഞാലിക്കുട്ടിക്ക് നൽകുമെന്നും സാദിഖ് അലി തങ്ങൾ മലപ്പുറത്ത് പറഞ്ഞു. കോൺഗ്രസ് വിചാരിച്ചാലേ നടക്കും. മുഖ്യമന്ത്രി ഇവിടെ തന്നെയുണ്ട്. തീർച്ചയായിട്ടും കേരള സ്റ്റേറ്റ് 2 എന്നാണ് കുഞ്ഞാലി സാഹിബിന്റെ ഒരു അടയാളം. മുന്നിൽ നയിക്കാൻ ഒരാൾ വേണമല്ലോ, അത് തീർച്ചയായിട്ടും കുഞ്ഞാലി സാഹിബ് തന്നെയാണ് മുന്നിൽ നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, ഇനിയും 1 വർഷമുണ്ട്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും തിരിച്ച് അധികാരത്തിൽ വരുമോ എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടില്ല. ആകെ 21 സീറ്റ് കോൺഗ്രസിനും 15 സീറ്റ് ലീഗിനും. അവർ രണ്ടുപേരും ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി മത്സരം അങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് പറ. ചെന്നിത്തലയ്ക്കും സതീശനും KC വേണുഗോപാലിനും പിന്നാലെ കുഞ്ഞാലിക്കുട്ടി കൂടി മുഖ്യമന്ത്രി ഉടുപ്പിട്ട് തങ്ങളിലൂടെ പ്രഖ്യാപനം നടത്തി വളരെ ശക്തമായിട്ട് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കളത്തിലിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ അടിയിലൊന്നും ഇത് തീരില്ല. ഒരുപക്ഷെ ഭരണമെങ്ങാനും കഷ്ടകാലത്തിന് കിട്ടുകയാണെങ്കിൽ ഇത് ഒരു നടയ്ക്ക് പോകാത്ത അവസ്ഥ എത്തുകയാണ്. കാര്യം ആരായിരിക്കും ആ മുഖ്യമന്ത്രി കസേര എടുത്തുകൊണ്ട് ഓടിക്കളയുന്നു എന്നുള്ളൊരവസ്ഥ മാത്രം പരിശോധിച്ചാൽ മതിയാകും. ഒന്ന് ആലോചിക്കണേ. എങ്ങനെ തിരിച്ചു വരാമെന്നല്ല, മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞു, നാളെ മുതൽ വേണമെങ്കിൽ പ്രതീകാത്മകമായി ഒരു കാറ് വാങ്ങി 1-ാം നമ്പർ ബോർഡ് ഒടിച്ചു വെച്ച് അതിൽ ഒരു കൊടിയും വെച്ച് ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി മനക്കോട്ട കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. സംഘടനയും മുന്നണിയും പാർട്ടിയൊക്കെ നോക്കിയ അടിനാശം വെള്ളപ്പൊക്കമായി കിടക്കുന്ന അവസരത്തിലാണ് ഈ രീതിയിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ സജീവമാക്കിയിരിക്കുന്നത്. ഇനിയും 1 വർഷം, അതായത് 360 ദിവസം കഴിഞ്ഞിട്ടേ ഇലക്ഷൻ വരത്തുള്ളൂ. അതിനു മുമ്പേ തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടി മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ എന്നുള്ളതാണ് ചിലർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ അധികാരമോഹികളെക്കുറിച്ചൊന്ന് നോക്കിയേ. ചർച്ചകൾ ഏതൊക്കെ വിധത്തിലാണ് പോകുന്നത്. യൂത്ത് ലീഗ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് പരസ്യമായിട്ട് തങ്ങൾ ഈ പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനം നടത്തുമ്പോൾ കുണുകുണായിരുന്ന് ചിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയെ കണ്ടോ? ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ കോരി തരിച്ചു പോവുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലം കോൺഗ്രസിനകത്ത് മിക്കവാറും തീ പാറാനുള്ള അവസ്ഥയുണ്ട്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ആര് മറ്റൊരാളെ കുതുകാൽ വെട്ടുമെന്നോ അല്ലെങ്കിൽ വലിച്ചു താഴെ ഇടുമെന്നൊക്കെ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും പലയിടങ്ങളിലും ഏലസ് ഊതൽ എല്ലാം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞ ഇത് പിന്നെ പിടിച്ചാൽ നിൽക്കാത്ത അവസ്ഥയിലെത്തുമെന്ന് ഇപ്പൊ തന്നെ പറയാൻ കഴിയുന്നുണ്ട്.